ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളിവിടെ റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് ഭാഗങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം പിന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ കണ്ടത് പടക്കം പൊട്ടിക്കലാന്ന് കേട്ടോ. അത് പെരുന്നാളന്ന് പൊട്ടിച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ നൂറാളം പിന്നെ പിള്ളേരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ, പടക്കം പൊട്ടിക്കുന്നു. പിന്നെ നമ്മളെ വീടിൻ്റെ മുന്നേ ഫ്രണ്ടിൽ കാണുന്ന ലൈറ്റെല്ലാം ഇട്ടിട്ട് കണ്ടിട്ട് അത് പടക്കത്തിൻ്റെ കടയാന്ന് കേട്ടോ. അവിടെ നിന്ന് എല്ലാവരും പിന്നെ പടക്കല വാങ്ങിയിട്ട് കൊണ്ടുപോകുമ്പോൾ പിള്ളേർക്കൊരാശ പടക്കം പൊട്ടിക്കാന്ന്. എന്നിട്ട് ഇന്നലെയും പൊട്ടിച്ചിട്ടുണ്ടായിന്, പിന്നെ ഇന്ന് രാത്രിയും പൊട്ടിച്ചതാണ് കേട്ടോ ബാക്കിയുള്ളത്. അങ്ങനെ പടക്കല അന്ന് ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ഇതാ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. വെറുജാലം കുടിച്ച് അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കലാന്ന് കേട്ടോ. ഇന്ന് ഉണ്ടാക്കുന്നത് നെയ് റോസ്റ്റും സാമ്പാറും ചട്നിയാന്ന് കേട്ടോ. സാമ്പാറിലുള്ള വെജീസ് എല്ലാം കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്, വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ദോശക്കുള്ള മാവെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അതെല്ലാം എന്തായി എന്നെല്ലാം നോക്കിയിട്ട് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കലാന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കിച്ചണിൽ വന്നപ്പാടെ നോക്കലുണ്ട് കേട്ടോ. ഇതെന്തോ നോക്കാൻ മറന്നുപോയി തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ നോക്കിയിട്ട് ഉപ്പെല്ലാം ഇട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പം പിന്നെ സാമ്പാറെല്ലാം വേകുന്ന സമയം കൊണ്ട് തന്നെ ചട്നിയെല്ലാം റെഡിയാക്കി എടുക്കലാന്ന് കേട്ടോ. പച്ചമാങ്ങ ഉണ്ടായിനി, പച്ചമാങ്ങ, പച്ചമുളക്, പിന്നെ തേങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കടുവെല്ലാം താളിച്ച് കൊടുക്കലാന്ന്. പിന്നെ സാമ്പാർ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്, അങ്ങനെയെല്ലാം ചേർത്തിട്ട് ഞാൻ അരച്ച് വെച്ച തേങ്ങയും കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കലാന്ന് കേട്ടോ. അങ്ങനെ ചട്നിയെല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ സാമ്പാർ അവിടെ വെന്ത് വന്നിട്ടുണ്ട്, ഗ്യാസ് ഓഫാക്കിന് കേട്ടോ. പിന്നെ അതിന് ദോശയെല്ലാം ചുട്ടെടുക്കലാന്ന്. ദോശൻ്റെ ചട്ടി ചൂടാകുന്ന സമയം കൊണ്ട് തന്നെ സാമ്പാറിൻ്റെ പിന്നെ കടുകെല്ലാം ഇട്ടിട്ട് റെഡിയാക്കി എടുക്കലാന്ന് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും പുളിവെള്ളവും പിന്നെ സാമ്പാർ പൊടിയെല്ലാം ഇട്ടിട്ട് റെഡിയാക്കി എടുക്കലാന്ന്. ആ സമയം കൊണ്ട് തന്നെ ദോശൻ്റെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ദോശ ചുട്ടെടുക്കലാന്ന്. നൂറാക്കും പിന്നെ റിയുവിന് മാത്രട്ടാ ദോശ ചുടുന്നത്. പിന്നെ നൂറാക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ യാറെ എണിച്ചിട്ടാ. അവൾക്ക് ട്യൂഷൻ ഉണ്ട്, ഓള് ആരും പോകുന്നില്ല എന്നിട്ട് ഓളും പോകുന്നില്ല എന്നിട്ട് ഓൾ എണിച്ചിട്ടേ ഉണ്ടായിട്ടാ. പിന്നെ അങ്ങനെ വലിയ പെട്ടെന്ന് ഓളെ ഫ്രണ്ട് വിളിച്ചിട്ടാകുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ. പിന്നെ ഞമ്മളും ചൂടുന്ന സമയത്താണ് കേട്ടോ തിന്നൽ. ഇങ്ങനത്തെ നെയ്റോസ്റ്റ് ചൂടോടെ കഴിക്കുമ്പോൾ രസമുള്ളൂ. അങ്ങനത്തെ കുറേ പാത്രങ്ങൾ ഉണ്ടായിന് കേട്ടോ, അതെല്ലാം കഴുകിയെടുക്കലാന്ന്. അങ്ങനെ നൂറാവും പിന്നെ റിയും ഫുഡെല്ലാം കഴിച്ചു കേട്ടോ, ദോശയെല്ലാം കഴിച്ചു. ഇനി നൂറാക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ടൊരു ദോശ ചുടണം. പിന്നെ ഇത് അപ്പുറത്തെടുത്ത് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നൂറാക്ക് സ്കൂളിലേക്കാണ് കേട്ടോ. ഞാൻ തുണിയെല്ലാം അലക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് അതെല്ലാം പിന്നെ ഓമ്പാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കലാന്ന് കേട്ടോ. പിന്നെ നൂറാക്ക് സ്കൂളിലേക്ക് വെള്ളം കൂട്ടി കൊടുക്കലാന്ന്. അങ്ങനെ ചോറിൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അരി ഇട്ട് കൊടുക്കലാന്ന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചോറിനുള്ള അരിയിൽ ഇട്ട് കൊടുക്കലാന്ന്.
ചോറിനുള്ള അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പം പിന്നെ ഇതാ യാറ സ്കൂളിലേക്ക് പോകുന്നിട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്യാസെല്ലാം ഓഫാക്കിയിട്ടുണ്ടായിന്. ഇതിപ്പോൾ ഓക്കുള്ള ദോശ ചുട്ടെടുക്കലാന്ന്. അവൾ പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് കേട്ടോ. അവൾക്ക് ക്ലാസ്സില്ല, പിന്നെ സ്പെഷ്യൽ ക്ലാസ്സാണ് കേട്ടോ. സ്കൂളില്ല, സ്കൂള് പിന്നെ ഇനി ഒരു പരീക്ഷയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ യാറാക്കുള്ള ദോശ ചുട്ടെടുത്ത് എന്നിട്ട് ഇതാ ടേബിളിന്മേൽ കൊണ്ടുവെക്കലാന്ന്. അങ്ങനെ ഇതാ എല്ലാവരും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നൂറ റെഡി ആയിട്ട് ഇതവിടെ കളിക്കുന്നുണ്ട് സൈക്കിളിൽ ഓട്ടിയിട്ട്. റിയു ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. യാറ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ചെരുപ്പെല്ലാം വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അവരുടെ സ്കൂളിൽ പോയിട്ട് റാസി അവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട്, ടാറ്റാലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വന്നിട്ട് ഇതാ ഉള്ളിൽ അടിച്ചെടുക്കലാണ്. അങ്ങനത്തെ സ്കൂളിലാലിപ്പോൾ അടിച്ചതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. എത്ര കാട്ടുണ്ടാവും, ബുക്കിൻ്റെ കടലാസെല്ലാം മുറിച്ചിടലും. പിന്നെ സ്കൂളെല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ ബുക്ക് ആവശ്യമില്ലാത്ത ബുക്കെല്ലാം ഉള്ളിലെല്ലാം മുറിച്ചിടലാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ കാട്ടുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല, നമുക്ക് അടിച്ച് വരാം. ജനലിലെ കൂടിയിട്ടെല്ലാം പുറത്തിടുന്നില്ലേ, അത് ഭയങ്കര ശല്യമാണ് കേട്ടോ. അത് നമ്മളിപ്പം എപ്പോഴും ജനലിൻ്റെ പുറത്തൊന്നും പോയിട്ട് അടിക്കില്ലല്ലോ, അത് ഭയങ്കര ഞാൻ പറയും പിള്ളേരോട് ഉള്ളിൽ എത്ര വേണം കാട്ടും കേട്ടോ. എത്ര നമ്മൾ ഡെയിലി അടിക്കുമ്പോൾ അത് നമുക്ക് എടുക്കാമല്ലോ. മറ്റേ ചില പുറത്ത് ജനലിൽ കൂട്ടിയിടുന്നത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും അടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് കാട്ടുന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല എന്ന് വിചാരിക്കും കേട്ടോ. ഇടണം എന്നല്ല എന്നാലും പിന്നെ അങ്ങനെ കാട്ടെല്ലാം അടിച്ചിട്ട് വാരിക്കൊണ്ട് ചടലാന്ന്. പ്ലാസ്റ്റിക് കവറും കൊട്ടയെല്ലാം ഇങ്ങനെ ഇതിലിട്ട് വെക്കും കേട്ടോ, ഒരു ചാക്കിലിട്ട് വെക്കും. പിന്നെ കടലാസ് വേണ്ടാത്ത അങ്ങനത്തെ കച്ചറെല്ലാം അതങ്ങനെ കുണ്ടിൽ കൊണ്ട് ഇടും കേട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഇതാ തുണിയെല്ലാം അലക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, ഉണക്കിയിട്ട് പിന്നെ ഇത് നല്ല വെയിലത്ത് കൊണ്ട് വിരിക്കലാന്ന്. റാദി ഇതൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിൽ ഞാൻ പോകുന്നു അതിലൊക്കെ തന്നെ ഉണ്ടാവും. എൻ്റെ ബാക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഉള്ളു നല്ല ബാക്ക് തന്നെ ഉണ്ട് ഞാൻ അടിക്കുമ്പോൾ. പക്ഷേ അതെല്ലാം ഞാൻ കട്ടാക്കി തന്നെ, പാൻറ് ഇടാത്തതുകൊണ്ട് ഞാൻ കട്ടാക്കി തന്നെ കേട്ടോ. തുണിയെല്ലാം വെയിലത്തോണ്ട് ഇട്ടു കേട്ടോ. എന്താ റാസി നോക്കിയ ബക്കറ്റും കൊണ്ട്, എനിക്കിങ്ങനെ ബക്കറ്റിൽ എടുത്തിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തുണി എടുത്ത് തീരുമ്പോൾ ബക്കറ്റും കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് വരും കേട്ടോ, എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നൂറാൻ്റെ ഫ്രണ്ട് മുത്തിന് കഴിഞ്ഞിട്ടായിട്ട് തുണിക്ക്. അങ്ങനെ തോന്നി വന്നിട്ട് ആട്ടൻ്റെ കാറിലെടുത്തിട്ട് കളിച്ചതാണ് കേട്ടോ. ആടുകുള്ള അങ്ങനെ എന്തിന് വണ്ടി ഉണ്ടാകുന്നൊക്കെ കളിക്കലല്ലോ. അങ്ങനെ അവിടെ കുറച്ച് സമയം നിന്ന് സംസാരിച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. മക്കളുടെ കുറേ യാറാവും പിന്നെ മനസ്സിലാലും വന്നിട്ടുണ്ടായിരുന്നു. യാറാൻ്റെ സ്പെഷ്യൽ അങ്ങനെ നമുക്കുള്ള ജ്യൂസ് എല്ലാം ആക്കി എടുക്കലാണ് കേട്ടോ. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ചു കേട്ടോ. അതിന് ശേഷം കുറച്ച് പാത്രമെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെക്കലാണ്. പിന്നെ നൂറാൻ്റെ ഫ്രണ്ട് മുത്ത് പറഞ്ഞിട്ട് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരം ആക്കണ്ട, രാവിലെ തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെ ഇതാ ഫസ്റ്റ് തന്നെ വെണ്ടക്കായ് കറി വെക്കലാണ് കേട്ടോ. പിന്നെ സാമ്പാർ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് പൊതിച്ചോറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ ഫസ്റ്റ് വെണ്ടക്കായ് ഇതാ മാധവിയായിട്ട് കൊണ്ടു തന്നതാണ് കേട്ടോ. അത് ഒരു ചേച്ചിയുണ്ട് ഇവിടെ അടുത്ത് തന്നെ, പിന്നെ അവർ കൊണ്ടു തന്നതാണ്. ഫസ്റ്റ് തന്നെ വെണ്ടക്കായ് വറവിനുള്ളതെല്ലാം മുറിച്ചെടുക്കലാണ് കേട്ടോ. അങ്ങനെ ഇതാ വെണ്ടക്കായ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ പച്ചമുളക്, പിന്നെ തക്കാളി, ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കി എടുക്കലാണ് കേട്ടോ. ഇത് നല്ല നാടൻ വെണ്ടക്കായാണ് കേട്ടോ, നല്ല എളുത്ത വെണ്ടക്കായാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ വെണ്ടക്ക വറവ്. അങ്ങനത്തെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അതിനുശേഷം വെണ്ടക്ക മിക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കലാണ്. ആ വെണ്ടക്കായി വേവുന്ന സമയം കൊണ്ട് തന്നെ ഇതാ പിന്നെ ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ കുറേ കാലമായി കൊണ്ടുവച്ചിട്ട് അത് വലുതുണ്ടായിരുന്നു കേട്ടോ. അത് ചുരുണ്ട് വാടിയിട്ട് ചെറുതായിട്ടുണ്ട്. പിന്നെ ഞാൻ കട്ടിയിലെ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പം പിന്നെ അത് കളയാൻ വേണ്ടി മനസ്സ് വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച്
മിക്സിൻ്റെ ജാറിലൊന്ന് ക്രഷാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഇതാ തക്കാളിയും പച്ചമുളകും നീരുള്ളിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വറവാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാ, വറവ് നല്ല രസമുണ്ടായിന്. ബീട്രൂട്ട് വറവ് നല്ല എന്തൊരു കുഴപ്പമുണ്ടായിട്ടാ, വാടിയിട്ടുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ബീട്രൂട്ട് വറവും വെണ്ടക്ക വറവും ആയിട്ടാ പൊതിച്ചോറിനുള്ള. അങ്ങനെ ഇതാ വെണ്ടക്ക വറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ബീട്രൂട്ട് വറവാക്കി എടുക്കലാന്ന്. ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ കടുക് ചേർത്ത് കൊടുത്തിട്ട് കടുക് പൊട്ടുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കലാന്ന്. വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ തൊലിയോടെ ഇട്ട് കൊടുക്കും കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ല് വേറെ തന്നെയാണ്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കലാന്ന്. അങ്ങനെ ബീട്രൂട്ട് വെകുന്ന സമയം കൊണ്ട് തന്നെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അതിൽ പിന്നെ 4 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. 4 ആളാണ് ഇട്ടുണ്ടത്. അങ്ങനെ അതെല്ലാം പിന്നെ മസാല പരട്ടിയിട്ട് വെക്കലാന്ന്. 3 പീസ് സോറി കേട്ടോ, 3 ആളാണെന്നുള്ളത്. 3 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. മീൻ മസാല പറ്റിയിട്ട് വെച്ചിട്ടാണ്. പിന്നെ അങ്ങനെ ബീട്രൂട്ട് വറവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബീട്രൂട്ട് വറവിൽ റെഡിയായി വന്നിട്ടാ. അതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വെച്ചത് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഉണക്ക ചെമ്മീനും ഇത് ഉണക്ക ചെമ്മീനെ കഴുകിയിട്ട് പിന്നെ വെള്ളമെല്ലാം ആക്കിയിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ. അതിപ്പോൾ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കലാന്ന്, ഒന്ന് വറുത്തെടുക്കലാന്ന് കേട്ടോ. ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ മീൻ ഫ്രൈ ആക്കി എടുക്കലാണ്. അങ്ങനെ ഇതാ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അത് ചൂടാകുന്ന സമയം കൊണ്ട് തന്നെ ഉണക്കമീൻ ചമ്മന്തിക്കുള്ളതാണ് മാങ്ങ മിക്സിൻ്റെ ജാറിൽ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തൊലി കളഞ്ഞിട്ട്. പിന്നെ തേങ്ങ, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ ഞാൻ കഴുകിയിട്ട് ഉണക്കിയ ചെമ്മീനാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ അടുത്ത് ആറ വന്നിട്ട് വാഴൻ്റെ ഇലയെല്ലാം കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതാ പച്ചമുളകും പച്ചമാങ്ങ, തേങ്ങ, പിന്നെ ഉണക്ക ചെമ്മീനെല്ലാം ചേർത്ത് കൊടുക്കലാന്ന്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കലാന്ന് കേട്ടോ. ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുത്തു. അങ്ങനെ കറിയും ചോറും ചമ്മന്തിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് ഫ്രഷ് ആകാൻ വേണ്ടി പോയി. എൻ്റെ ചോറിന് മനസ്സോർച്ച വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ മോരെല്ലാം എടുക്കലാന്ന്. പിന്നെ തൈരുണ്ടാണ് കേട്ടോ. തൈരിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നയിച്ചെടുക്കലാണ് കേട്ടോ. പിന്നെ പപ്പടെല്ലാം ഫ്രൈ ആക്കി എടുക്കലാണ്. അങ്ങനെ ഇതാ പപ്പടമെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ എണ്ണയിൽ തന്നെ കയ്പ്പൊക്കെ കൊണ്ടാട്ടെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാന്ന്. അങ്ങനെ കയ്പ്പൊക്കെ കൊണ്ടാട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് കൊഴുത്ത വാങ്ങിണ്ടായിരുന്നു കേട്ടോ. മനസ്സോർച്ച വാങ്ങിക്കൊണ്ടതാണ്. അതെല്ലാം മുറിച്ചെടുക്കലാണ്. മോരെല്ലാം ഓരോ പാത്രത്തിലെല്ലാം കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും കൂടെ ചോറെല്ലാം വിളമ്പെടുക്കലാന്ന് കേട്ടോ. ഇങ്ങനെല്ലാക്കിയിട്ട് ചോറ് വയ്ക്കുമ്പോൾ നല്ലൊരു നല്ലൊരു സുഖമാണ് കേട്ടോ. നമുക്ക് നല്ല പാല് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് തോന്നും. കുറച്ച് നമ്മളൊരു പകുതി ചോറ് വയ്ക്കുന്നത് മുക്കാലോളം വയ്ക്കും കേട്ടോ. അങ്ങനെയാണ് ഇങ്ങനെ എല്ലാത്തിനും ചോറ് വയ്ക്കുമ്പോൾ ഒരു രസം തന്നെയാണ് കേട്ടോ. വാഴച്ചപ്പൻ്റെ ഒരു മണവും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട്.
സാമ്പാർ, പിന്നെ ഉണക്കമീൻ ചമ്മന്തി, ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, ബീട്രൂട്ട്, വെണ്ടക്ക വറവ്, പിന്നെ അച്ചാർ, പിന്നെ മീൻ ഫ്രൈസ്, പിന്നെ പപ്പടം, മോര്, അങ്ങനെല്ലാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ലഞ്ചിൻ്റെ പരിപാടിയും ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സുറത്ത് വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചോറെല്ലാം വേവിക്കലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.